ഈ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. മനുഷ്യന്റെ ജീവന് വരെയില്ല, ശമ്പളം കിട്ടില്ല, തെണ്ടി നിനക്ക് അഭ്യാസം കാണിക്കുന്നത്. വിളിച്ചോടാ, ചാക്കന്മാരെ വിളിച്ചോണ്ടാ നീ. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പോലീസുകാർക്ക് നേരെ അമർഷം കൊണ്ടതാണ് ഈ വാക്കുകൾ. ഇത് കേൾക്കാൻ തരത്തിൽ കേരള പോലീസിന്റെ ഒരു വിഭാഗം തന്നെ അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. കേരളത്തിലുടനീളം ഇന്ന് അക്രമം അഴിച്ചുവിടുന്നത് പോലീസുകാരുടെ നേതൃത്വത്തിലാണ്. പ്രതിഷേധിച്ചവരെ, ധർമ്മസമരം നടത്തുന്നവരെ, അങ്ങനെ എല്ലാവരെയും അടിച്ചൊതുക്കുകയാണ് പോലീസ്. എന്തിനേറെ, മൃതദേഹത്തെ വരെ അപമാനിക്കുകയാണ് പോലീസ്. ഇതെല്ലാം മുകളിൽ നിന്നുള്ളൊരു നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് വാർത്തകൾ വരുന്നത്. അപ്പോഴും സംസ്ഥാനത്തെ കൊലപാതകത്തിന്റെ നാടാക്കി മാറ്റിയ SFIയുടെ നേതാക്കളെയെല്ലാം തൊഴുതു നിൽക്കുകയുമാണ് ഈ പോലീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പോലീസുകാർക്ക് കേൾക്കേണ്ടതാണ് ഈ വാക്കുകൾ എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് കേരളം ഒന്നടങ്കം. കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇന്ന് സംഭവിച്ചത്. അതുമാത്രമല്ല, കാട്ടാന ചവിട്ടിക്കൊന്ന ഒരു വയോധികയുടെ ബന്ധുക്കളെ പോലും മർദ്ദിച്ചുകൊണ്ട്, ആ മൃതദേഹത്തെ പോലും അപമാനിച്ചുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് കോതമംഗലം നഗരത്തിൽ ഇന്ന് നായാട്ട് നടത്തിയത്. വനം വകുപ്പ് മന്ത്രി ആരോഗ്യ പ്രശ്നം കാരണം അവിടേക്ക് ചർച്ചയ്ക്ക് എത്തില്ല എന്ന് അറിയിച്ചു. അതിനു പകരം മന്ത്രിയെ അയക്കാമെന്ന് പറഞ്ഞ് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയും അവിടേക്ക് വന്നില്ല. CPMന്റെ സ്ഥലം MLA ആളുകളെ പേടിച്ച് ഒളിച്ചോടി. പകരം ചർച്ചയ്ക്ക് എത്തിയ കലക്ടറെ CPM നേതാക്കൾ ആശുപത്രിയിൽ തടഞ്ഞു. പ്രതിഷേധം അവസാനിപ്പിച്ചാൽ മാത്രം ചർച്ച മതിയെന്ന് CPM കലക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നിട്ടും പ്രതിഷേധം അവസാനിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മൃതദേഹത്തെ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി അപമാനിച്ചത് പോലീസുകാർ. അങ്ങനെയുള്ള പോലീസുകാരെ ഇത്രയും പറയുന്ന ഒരു കോൺഗ്രസുകാരൻ ഉണ്ടായത് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് തന്നെ വലിയ ആശ്വാസമായിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. UDFന്റെ മാത്രമല്ല, നാട്ടുകാരുടെയും കൂടി നേതൃത്വത്തിലായിരുന്നു കോതമംഗലത്ത് മൃതദേഹവുമായി തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് മൃതദേഹം പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ആ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഫ്രീസർ പോലും റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. കലക്ടറുമായി വിഷയം ചർച്ച ചെയ്യാനിരിക്കെ പോലീസ് മൃതദേഹം ഇങ്ങനെ പിടിച്ചെടുത്തതാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ശമ്പളം പോലും നൽകാത്ത പിണറായി വിജയന്റെ പോലീസിനും ഇത്രയൊക്കെ മര്യാദയെ കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. ഏതായാലും മുഹമ്മദ് ഷിയാസിന്റെ ആ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് കേട്ടു നോക്കാം. മനുഷ്യന്റെ ജീവന് വരെയില്ല, ശമ്പളം കിട്ടില്ല, തെണ്ടി നിനക്ക് അഭ്യാസം കാണിക്കുന്നത്. വിളിച്ചോടാ, ചാക്കന്മാരെ വിളിച്ചോണ്ടാ നീ.